എല്ലാവരും ചോറുണ്ടോ? അതാ ഉച്ച ഊണ് ഉണ്ണാൻ പോവുകയാണ് ഞാൻ കേട്ടോ. ഊണ് ഞാൻ അങ്ങനെ ഉണ്ണാൻ വേണ്ടി അങ്ങനെ എടുത്തതെല്ലാം വച്ചു. മീൻ പൊരിച്ചതുണ്ട്, ചോറ്, മീൻ പൊരിച്ചത്, മുരിങ്ങയില പൂ തോരൻ, ഇത് മീൻ കറി, മത്തിക്കറി. ഓക്കെ, ഇത് മുരിങ്ങയ്ക്ക പൂ കായ്ക്കണ പൂവാണ്, മുരിങ്ങയുടെ പൂ. ഓക്കെ, അപ്പം മുരിങ്ങയില പൂ തോരൻ ഇതൊക്കെ ഉണ്ട്. വീണ്ടും നമ്മൾ പഴയതുപോലെ കാട്ടിനകത്താണ് ഇരുന്ന് ചോറിനുള്ളത്. ഓക്കെ, ഇവിടെയൊക്കെ ഒരിതുമില്ല, ഒന്നുമില്ല ഇവിടെയൊക്കെ. ഞാനും ഇതേ ഉള്ളു, പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ. നമ്മളെ വണ്ടി മാത്രമേ ഉള്ളതാണ്. അല്ല, ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കും നഷ്ടമില്ലാത്ത ഒരു ഉപകാരം കൂടെ ചെയ്യുക. ഞാൻ ഇടുന്ന എല്ലാ ഇതും കിട്ടാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ കൂടെ എന്നെ ഒന്ന് സഹായിക്കുക. നിങ്ങളുടെ അടുത്തൊരു കൂടപ്പറപ്പെന്നുള്ള രീതിയിൽ എല്ലായിടത്തും ഒരു അപേക്ഷ, ഇതിലൊന്ന് എന്നെ ഒന്ന് സഹായിക്കുക. ഓക്കെ, കാരണം ഒരു ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിലും ഇതിലുമൊക്കെ എന്നെ സഹായിക്കാൻ നിങ്ങളൊക്കെ ഉള്ളു, അല്ല വേറെ ആരുമില്ല. ഓക്കെ, പിന്നെ അതിനോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ആരും ചീത്ത പറയരുതെന്ന് ഞാൻ പറയാം, പറയണവർക്കൊക്കെ പറയാം, അത് ഞാൻ മൈൻഡ് ചെയ്യാറുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ അമ്പലങ്ങളിൽ ഒരു ദൈവം പറഞ്ഞിട്ടില്ല ആനയുടെ എഴുന്നള്ളത്ത് വേണം, അത് വേണം, ഇത് വേണമെന്ന്. ഈ ആന എഴുന്നള്ളത്ത് മതിയാക്കുക, നിർത്തലാക്കാനുള്ള ശ്രമിക്കുക. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒത്തൊരുമയായിട്ട് ഈ ആന എഴുന്നള്ളത്ത് നിർത്തലാക്കുക. വർഷാവർഷം എത്ര പേരുടെ കുടുംബം അനാഥയാവണം എന്നുള്ളത് ദൈവത്തിനും അവർക്ക് മാത്രമേ അറിയാവൂ. അത് നിർത്തലാക്കാൻ എല്ലാവരും ഇത് ചെയ്യുക. ആനയില്ലെങ്കിൽ ഉത്സവം നടക്കും. അവിടെ പൂജ എഴുന്നള്ളത്തിന് ആന വേണമെന്നില്ല, ആന ഇല്ലാതെ എഴുന്നള്ളത്ത് നടത്താൻ പറ്റും. അപ്പം അത് ചെയ്യുക. ഇപ്പം പാലക്കാട് ഒരാൾ മരിച്ചില്ലേ, അപ്പോൾ 1-2 പേര് അവിടെ അപകടം പറ്റിയില്ലേ, അപ്പോൾ എത്ര പേർക്ക് അപകടം പറ്റി, അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, അപ്പം എല്ലാവരും അതുകൊണ്ട് ആനയെ വേണ്ട എന്ന് എല്ലാവരും ഒത്തൊരുമയായിട്ട് പറയുക. ഒരേ കുടുംബം, ഇന്ന് എൻ്റെ കുടുംബമാണ്, നാളെ നിങ്ങളെ കുടുംബം, അത് ചിന്തിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലത്.